ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ വേക്കൻസിയാണ്. അതായത് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി എത്രയുണ്ട്, ഫ്രഷ് വേക്കൻസി എത്രയുണ്ട്, അതുപോലെ തന്നെ NGD വേക്കൻസി എത്രയുണ്ട്, അത് ഏതെല്ലാം യൂണിവേഴ്സിറ്റികളാണ് നിലവിലുള്ളത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ, യൂണിവേഴ്സിറ്റി LGS എക്സാം എഴുതിയവർ തീർച്ചയായും ഈ വീഡിയോ കാണണം. എത്ര പേരുടെ ലിസ്റ്റ് ഇടും എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പം രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്ന് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചും, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി LGSൻ്റെ ഏകദേശം എത്ര പേരുടെ ലിസ്റ്റുകളാണ് വരുന്നത് എന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു ഐഡിയ കിട്ടും. യൂണിവേഴ്സിറ്റി LGS എഴുതിയ ആൾക്കാരും ഈ വീഡിയോ ആദ്യം തൊട്ടേ തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ ഇപ്പോഴും നിലവിൽ 107 വേക്കൻസിയാണ് ഉള്ളത്. അതിൽ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ഉണ്ട്, ഫ്രഷ് വേക്കൻസി ഉണ്ട്, NGD വേക്കൻസി ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ ഏതെല്ലാം യൂണിവേഴ്സിറ്റികളാണ് എന്ന് നമുക്ക് നോക്കാം. കേരള യൂണിവേഴ്സിറ്റിയിൽ 2 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് ഫ്രഷ് വേക്കൻസിയാണ്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസിൽ 10 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഫ്രഷ് വേക്കൻസിയാണ്. പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റിൽ 32 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഒരു ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയും 23 ഫ്രഷ് വേക്കൻസിയും 8 NGD വേക്കൻസിയുമാണ്. ഇനി MG യൂണിവേഴ്സിറ്റിയിൽ 14 NGD വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൊച്ചി യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഒരു NGD വേക്കൻസി റിപ്പോർട്ടായിട്ടുണ്ട്. കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയിൽ 8 വേക്കൻസി ഉണ്ട്. അതിൽ NGD 5ഉം ഫ്രഷ് 3 വേക്കൻസിയും. ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഓഫ് സാൻസ്ക്രിറ്റിൽ 23 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി 19 എണ്ണവും ഫ്രഷ് വേക്കൻസി 2, NGD 2 വേക്കൻസി. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷൻ സ്റ്റഡീസിൽ 3 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിലൊന്ന് NGD വേക്കൻസിയും 2 എണ്ണം ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. പിന്നെ APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ 4 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് 4ഉം ഫ്രഷ് വേക്കൻസി തന്നെയാണ്. പിന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ 10 വേക്കൻസിയാണ് നിലവിലുള്ളത്. അത് ഫ്രഷ് 4 വേക്കൻസിയും ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി 6ഉം. നമുക്ക് ഈ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയുടെ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ടോട്ടൽ NGD 31ഉം ഫ്രഷ് വേക്കൻസി 48ഉം ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി 28ഉം. അങ്ങനെ 107 വേക്കൻസിയാണ് ഇപ്പോഴും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് നിലവിലുള്ളത്. ഓക്കെ, നമുക്ക് അന്നേരം ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 1/6/2024 16 ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ഉണ്ട്. 1/12/2024 ഒരു ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയും 1/5/2024 2 ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയും 4/1/2024 ഒരു ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി. അങ്ങനെ ടോട്ടൽ 20 എണ്ണമാണ് റിപ്പോർട്ടായിരിക്കുന്നത്. അതിൽ 1/6/2024ലെയും 1/5/2024ലെയും 4/1/2024ലെയും വേക്കൻസി മെച്യൂർഡ് ആയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ടോട്ടൽ 23 ഫ്രഷ് വേക്കൻസിയും, അതായത് ഈ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി മെച്യൂർഡ് ആയതോടെ കൂട്ടിയാണ് 23 ഫ്രഷ് വേക്കൻസിയും. NGD 8ഉം ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ഒരെണ്ണം മെച്യൂർഡ് ആവാനുണ്ട്. അത് 1/12/2024 ആയിരിക്കും മെച്യൂർഡ് ആകുന്നത്. ഇനി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഓഫ് സാൻസ്ക്രിറ്റിൽ 3/1/2027 ഒരു വേക്കൻസി, 1/11/2026 2 വേക്കൻസി, 1/9/2026 ഒരു വേക്കൻസി, 1/6/2026 4 വേക്കൻസി, 1/4/2026 ഒരു വേക്കൻസി, 1/6/2025 3 വേക്കൻസി, 1/2/2025 ഒരു വേക്കൻസി, 1/6/2027 4 വേക്കൻസി, 1/7/2024 ഒരു വേക്കൻസി, 1/12/2024 ഒരു വേക്കൻസി. അങ്ങനെയാണ് ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഓഫ് സാൻസ്ക്രിറ്റിലെ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി. അതിൽ ഈ വർഷം മെച്യൂർഡ് ആകുന്നത് 1/12/2024 ഒരു വേക്കൻസിയും, അതുപോലെ തന്നെ 1/7/2024 ഒരു വേക്കൻസി. അങ്ങനെ 19 ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയും, അതുപോലെ തന്നെ ഫ്രഷ് വേക്കൻസി 2, NGD വേക്കൻസി 2. അങ്ങനെ ടോട്ടൽ 23 വേക്കൻസിയാണ് ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഓഫ് സാൻസ്ക്രിറ്റിൽ നിലവിലുള്ളത്. ഇനി കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നോക്കുമ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ 1/4/2024 ഒരു വേക്കൻസി, 1/1/2025 ഒരു വേക്കൻസി, 1/10/2024 ഒരു വേക്കൻസി, 1/6/2024 4 വേക്കൻസി. 1/4/2024 ഒരെണ്ണം മെച്യൂർഡ് ആയിട്ടുണ്ട്. 1/6/2024 4 മെച്യൂർഡ് ആയിട്ടുണ്ട്. ഇനി മെച്യൂർഡ് ആകാനുള്ളത് 1/10/2024 ഒരു വേക്കൻസിയും, 1/1/2025 ഒരു വേക്കൻസിയും. 2024 6 വേക്കൻസി മെച്യൂർഡ് ആകുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ടോട്ടൽ 9 ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് നിലവിലുള്ളത്. ഫ്രഷ് വേക്കൻസി ഒരെണ്ണം. അങ്ങനെ ടോട്ടൽ 10 വേക്കൻസിയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിലവിലുള്ളത്. അങ്ങനെ 107 വേക്കൻസിയാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ അഡ്വൈസും ഏകദേശം ഉടനെ തന്നെ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നേരെ യൂണിവേഴ്സിറ്റി LGS കമ്പയർ ചെയ്ത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടെ, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റും യൂണിവേഴ്സിറ്റി LGSയും കൂടെ കമ്പയർ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. കാരണം ഒന്ന് ഡിഗ്രി ലെവലുള്ള എക്സാമും ഒന്ന് LGS ലെവലുമാണ്. ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ കട്ട് ഓഫും തമ്മിലുള്ള നമ്മൾ താരതമ്യം ചെയ്യുന്നത്, അത് വേക്കൻസിയും ഷോർട്ട് ലിസ്റ്റും തമ്മിലാണ് നമ്മൾ
മെയിനായിട്ട് താരതമ്യം ചെയ്യുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ ഏകദേശം ഒരു 65 വേക്കൻസിയോളമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ PSC ഷോർട്ട് ലിസ്റ്റ് ഇട്ടത് മെയിൻ ലിസ്റ്റിൽ 770 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 793 പേരും DA കാൻഡിഡേറ്റിൽ 38 പേരും ഏകദേശം ഒരു 1601 പേരുടെ ടോട്ടൽ ലിസ്റ്റായിരുന്നു യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് PSC ഇട്ടിരുന്നത്. അതായത് 65 വേക്കൻസി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും PSC 770 പേരുടെ മെയിൻ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ സപ്ലിമെൻ്ററി ലിസ്റ്റോടെ കൂട്ടിയിട്ട് 1601 പേരുടെ ലിസ്റ്റാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് ഇട്ടിരുന്നത്. അപ്പോൾ 65-ൻ്റെ ഏകദേശം ഒരു 10% കൂടുതൽ തന്നെ മെയിൻ ലിസ്റ്റ് വന്നിട്ടുണ്ട്. 10 ഇരട്ടിയോളമാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ വേക്കൻസി അനുസരിച്ച് ലിസ്റ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതേ സാഹചര്യത്തിൽ നമ്മൾ യൂണിവേഴ്സിറ്റി LGSൻ്റെ നോക്കുകയാണെങ്കിൽ 228 വേക്കൻസിയാണ് നിലവിലുള്ളത്. അതിൽ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി 23, ഫ്രഷ് വേക്കൻസി 205. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കൂടെ ഒന്ന് കാണുക. അങ്ങനെ 228 വേക്കൻസിക്കാണ് നമുക്ക് ഇതിൻ്റെ കണക്കിലെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 ഇരട്ടിയിലധികമാണ് ആൾക്കാരുടെ ലിസ്റ്റ് ഇട്ടിരുന്നത്. ഇതിനകത്ത് 10 ഇരട്ടിയോളം ലിസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 2280, ഏകദേശം ഒരു 2300 പേരുടെ ലിസ്റ്റ് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ 10 ഇരട്ടിയോളം ഇടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ 2280, ഏകദേശം ഒരു 2300 പേരോളം ഇടാനുള്ള ചാൻസ് ഉണ്ട്. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് NGD വേക്കൻസി വരാൻ വളരെ ചാൻസ് കുറവാണ്. NGD വേക്കൻസി വരില്ല എന്നല്ല, NGD വേക്കൻസി വരാൻ സാധ്യത കുറവാണ്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ NGD വേക്കൻസി 8 എണ്ണം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഓഫ് സാൻസ്ക്രിറ്റിൽ 2 NGD വേക്കൻസി വന്നിട്ടുണ്ട്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ NGD വേക്കൻസി വന്നിരിക്കുന്നത്, 14 വേക്കൻസി. അപ്പോൾ ഇങ്ങനെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിനും NGD വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി LGSൻ്റെ കാര്യം പറയേണ്ടതില്ല. യൂണിവേഴ്സിറ്റി LGSന് മിക്കവാറും NGDകളായിരിക്കും കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുള്ളത്. LGS വേരിയസ് കിട്ടുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ LD കിട്ടുകയാണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് നിന്ന് ആൾക്കാർ അങ്ങോട്ട് മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഇതിനകത്ത് വേക്കൻസികൾ വരും. അതുപോലെ തന്നെ NGD വേക്കൻസികൾ വരും. പല ആൾക്കാരും ഈ യൂണിവേഴ്സിറ്റി LGSൻ്റെ മെയിനായിട്ട് നിൽക്കുന്ന ആൾക്കാരല്ല, പല ജോലികളും ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം. പോലീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം, LD ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം, LGS വേരിയസ് ആയിട്ട് ഇപ്പം കയറിയ ആൾക്കാരുണ്ടായിരിക്കാം. അങ്ങനെ പല ജോലികളും ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം. അങ്ങനെ NGD വേക്കൻസികൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൂടെ കണക്കിലെടുത്ത് PSC നല്ലൊരു ആൾക്കാരുടെ എണ്ണം ലിസ്റ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ കട്ട് ഓഫ് പറയാനുള്ള ചാൻസും കാണുന്നുണ്ട്. കട്ട് ഓഫിൻ്റെ കാര്യമോ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നില്ല. ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഏകദേശം ലിസ്റ്റൊക്കെ വരാനുള്ള സമയമൊക്കെ ആയി തന്നിട്ടുണ്ട്. ഇനി ചിലപ്പോൾ ഈ പറയുന്നതിലും നേരെ ഓപ്പോസിറ്റായിട്ടും വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഇവിടെ വെച്ച് നമുക്ക് വീഡിയോ നിർത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം. എല്ലാവർക്കും വളരെയധികം നന്ദി. നമസ്കാരം.